എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഈവനിങ് വ്ളോഗെന്നോ നൈറ്റ് വ്ളോഗെന്നോ പറയാം, അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ. എന്നും രാവിലെ എഴുന്നേൽക്കണത്, വിളക്ക് കത്തിക്കണത്, പിന്നെ ചായ ഇടണതൊക്കെ അല്ലേ. അപ്പോൾ ഇനി തൊട്ട് കുറച്ച് മാറ്റങ്ങളായിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇത് കറിവേപ്പില, അപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്ന കറിവേപ്പില അവർ ഒടിച്ച് കളഞ്ഞപ്പോഴേക്ക് അമ്മ അത് മൊത്തത്തോടെ ഇങ്ങനെ ഹോൾസെയിലായിട്ട് എടുത്തിട്ടുണ്ട്. അവർ ഒടിച്ച് കളയണത് വേറൊന്നുമല്ല. അപ്പോൾ ആ കറിവേപ്പില ഒരുമാതിരിയായി. അപ്പോൾ അതിനെ ഇനി നമ്മൾ പ്രൂണിങ് ചെയ്യുമെന്ന് പറയില്ല, അതുപോലെ ഒന്ന് ഫുള്ളൊന്ന് വെട്ടി നിർത്തിയാൽ മാത്രമേ ഇനി അത് നന്നായിട്ട് തെളുത്ത് നല്ല ഭംഗിയായിട്ട് വരുള്ളൂ. അവരിത് കളയാൻ വേണ്ടി എടുത്തതാണ്. അമ്മ കണ്ടപ്പോഴേക്കും ചാടി വീണ്. അത്രയും കറിവേപ്പില എന്തിനാന്ന് അവരും ചോദിക്കുന്നുണ്ട്. ഇതെന്തിനാണമ്മ, അത് ചമ്മന്തി പൊടിക്കാനാണോ എന്നാണ് അവർ ചോദിച്ചത്. അവർ തമിഴ് ഫാമിലിയാണ്. അവരുടെ വീട്ടിൽ തന്നെ ഒരു 3-4 കറിവേപ്പിലയുണ്ട്. എല്ലാം നിറച്ചങ്ങ് തിളിർത്ത് കിടക്കും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിന് 1-2 കവറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. പിന്നെ എല്ലാവർക്കും കൊടുക്കും. ഇപ്പോൾ അവരിവിടെ വന്ന് താമസിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇവിടെ എല്ലാവരെയും പരിചയം ഉണ്ടെങ്കിലും നമ്മളെപ്പോലെ അത്രയ്ക്ക് അങ്ങോട്ട് അവർ മിങ്കിളായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കിട്ടിയ പാടെ കുറച്ചൊക്കെ കവറിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് അതിനുശേഷം സുന്ദര ചേച്ചിയെ വിളിച്ച്, കുഞ്ഞോളേച്ചിയെ വിളിച്ച്, അപ്പുറത്ത് മഞ്ജു ചേച്ചി ഇല്ല, ചേച്ചി ജോലിക്ക് പോയിരിക്കുകയാണ്. ആ ചേച്ചിക്ക് ഉള്ളതൊക്കെ എടുത്ത് മാറ്റി. നമ്മളൊരു സാധനം കുറച്ച് അധികം കിട്ടിയാൽ അങ്ങനെയല്ലേ, നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമുക്ക് അയൽപക്കക്കാർക്കും കൂടെയൊക്കെ കൊടുത്തിട്ട് നല്ലൊരു സമാധാനം വരുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അവർക്ക് കിട്ടിയാൽ അവർ നമുക്ക് തരും, നമുക്ക് കിട്ടിയാൽ അവർ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ കറിവേപ്പിലേക്ക് ഒരു ചെറിയൊരു പ്രശ്നമുള്ള ചെറിയൊരു പൂപ്പൽ പോലെയുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് കഴുകി ഉണക്കി അത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കറിവേപ്പിലെല്ലാം അമ്മ അവിടെ ഇരുന്ന് ഒടിച്ചെടുക്കുകയാണ്. ആ വെയിലത്താണ് അമ്മ നിന്ന് ഒടിച്ചെടുത്തുകൊണ്ടിരുന്നത്. കറിവേപ്പില കണ്ടപ്പോഴേക്കും അമ്മ വെയിലിൻ്റെ കാര്യമൊക്കെ മറന്നുപോയി. അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞ് ഒരു കസേര കൊണ്ട് അവിടെ ഇട്ട് കൊടുത്തിട്ടാണ് അമ്മ ഇങ്ങോട്ട് വന്നത്. ഇനി എനിക്ക് കുറച്ച് ഇതുണ്ടല്ലോ, നമ്മുടെ മുരിങ്ങയില എടുക്കണം. അപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് മുരിങ്ങയിലോട്ട് നോക്കാറ് പോലും ഇല്ലായിരുന്നു. കർക്കിടകത്തിൽ മുരിങ്ങയില അത്ര സേഫ് അല്ലെന്നല്ലേ പറയണത്. അപ്പോൾ എനിക്ക് മുരിങ്ങയില എടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനൊന്ന് ഉണക്കി പൊടിച്ചെടുക്കണം. ഞാൻ ഹൈപ്പറിൽ ചെന്നപ്പോഴേക്കും അവിടെ മുരിങ്ങയില പൊടി ഇരിപ്പുണ്ട്. എൻ്റെ പൊന്നോ ഭയങ്കര വിലയുമാണ്. ഇങ്ങനെ നമ്മളിതിനെ പൊടിയാക്കി വെച്ചിരുന്നാലും നമുക്ക് അതിനെ പാക്കായിട്ട് ഫേസിലും ഹെയറിലും ഒക്കെ യൂസ് ചെയ്യാം. വൈറ്റമിൻ സി ഒരുപാട് കൂടിയതാണിത്. പിന്നെ നമുക്കിത് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. നമ്മൾ കുറച്ചൊരല്പം പൊടി വെള്ളത്തിൽ കലക്കി കുടിച്ചാലൊക്കെ ഭയങ്കര ഉപയോഗമാണ്. നമ്മൾ ചുമ്മാ ആ മുരിങ്ങയില പൊടിയൊക്കെ ഇങ്ങനെ വെറുതെ പൈസ കൊടുത്ത് വാങ്ങണേക്കാളും നമുക്ക് ഫ്രഷായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കണതല്ലേ നല്ലത്. അങ്ങനെ ഇത് നല്ല വെയിലത്ത് ഉണക്കണേക്കാളും തണലത്തിട്ട് ഉണക്കി എടുക്കണതാണ് നല്ലതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഒടിച്ചുകൊണ്ട് വയ്ക്കേ ഉള്ളൂ. ഇന്നിപ്പോൾ ഉണക്കി പൊടിക്കണതൊന്നും ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റൂല. കേശു നല്ല ഉറക്കമാണ്. ഉറങ്ങിയ സമയത്താണ് ഞാൻ ഇതിനൊക്കെ ആയിട്ട് ഇറങ്ങിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വാല് പോലെ കാണും. എനിക്കിത് കാണുമ്പോൾ കേശു എൻ്റെ പിറകെ ഇങ്ങനെ നടക്കണ കാണുമ്പോഴേക്കും ഞങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിരുന്നപ്പോൾ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് പാത്തുമ്മയുടെ ആടായിരുന്നു. അപ്പോൾ പാത്തുമ്മയുടെ ആടിൽ അതിലിങ്ങനെ ബഷീർ പറഞ്ഞിട്ടുണ്ട്, പാത്തുമ്മ വരുമ്പോഴേക്ക് വാല് പോലെ മോളുടെ പേരൊക്കെ ഞാൻ മറന്നു, ഖദീജ എന്നെന്താണെന്ന് തോന്നുന്നു, ബാക്കിൽ നിന്ന് വരുമെന്ന്. അതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നാറ്. കേശു എന്തിനു പോയാലും എൻ്റെ പിറകെ കേശു കാണും. അങ്ങനെ അമ്മ വീണ്ടും കറിവേപ്പിലേക്ക് അവിടെ കഴുകിയതൊക്കെ ഉണക്കി അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് മൊത്തം ഇലകൾ കൊണ്ടുള്ള ഉത്സവമാണെന്ന് തോന്നുന്നു. കുറേ കറിവേപ്പില, കുറേ മുരിങ്ങയില എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് അപ്പുറത്ത് കോവയ്ക്ക ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പോകണം. ഞാൻ കുറച്ച് ദിവസമായി അപ്പുറത്തോട്ടൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ എപ്പോഴും ഓടിക്കോട്ട് പോണതാണ്. ഇപ്പോൾ എല്ലാവരും ബിസി ആയിപ്പോയെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ സുന്ദരേച്ചിയുടെ വീട്ടിൽ തൊട്ടപ്പുറത്താണ്. എന്നിട്ട് സുന്ദരേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കുറച്ചധികം ദിവസമായി. അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്ക് കോവയ്ക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കോവയ്ക്ക് ആ ചേച്ചിയുടെ കുഞ്ഞമ്മ വന്നപ്പോഴേക്ക് അടുത്ത് കൊടുത്തായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എണ്ണിപ്പറക്കി കുറച്ച് കോവയ്ക്ക് എടുത്തോളൂ. ചേട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി ആക്കി കൊടുക്കുന്നത്. അങ്ങനെ അവിടെ എല്ലാം തപ്പിപ്പറക്കിയാണ് എടുത്തത്. പിന്നെ ഈ കോവയ്ക്കയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അപ്പൂപ്പനാണോ അമ്മൂമ്മയാണോ? അത് അമ്മൂമ്മയായിരിക്കും. അമ്മൂമ്മ ആയെന്നുണ്ടെങ്കിൽ പറയാം, ഇഷ്ടംപോലെ അതിലിപ്പോൾ ഒരു ചാക്ക് കണക്കിന് കോവയ്ക്ക അതിൽ നിന്ന് എടുക്കാനും പറ്റി. അത് മൊത്തം കണിക്കൊന്നയിൽ പടർന്നങ്ങ് കയറിയിട്ട് ഇത് ഈ ഉണ്ട കോവയ്ക്കാണ്. നിറയെ കാച്ച അതിൻ്റെ മാക്സിമത്തിൽ അത് കാച്ചി ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാനിതിൻ്റെ ഒരു കമ്പൊക്കെ കൊണ്ട് ഒരു തൈ കൊണ്ട് വെച്ചൊക്കെ ഒന്ന് പൊടിപ്പിച്ചൊക്കെ എടുത്ത് അതിങ്ങനെ പടരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ പടർത്തി വിടാനായിട്ട് പറ്റില്ല. നമ്മളെ പാവൽ തന്നെ ഫുള്ള് പടർന്ന് കയറിയത് കൊണ്ടാണ് അത്രയും നന്നായിട്ട് കാച്ചതെന്ന് എനിക്കിപ്പോൾ തോന്നാറുമുണ്ട്. അങ്ങനെ ഉള്ളിടത്തു നിന്നൊക്കെ ഇങ്ങനെ തപ്പിപ്പിടിച്ചെടുത്ത് നമുക്കാകുമ്പോൾ പിന്നെ കുറച്ച് മതി. പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും
നമ്മൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ സദ്യ ഒരുക്കുമ്പോഴേക്കും അതിൽ കോവയ്ക്ക മസ്റ്റാണെന്ന് അറിഞ്ഞത് ഇപ്പോഴറിഞ്ഞ അറിവാണ്. കുറേ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കുറേ കാര്യങ്ങളല്ല, ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴും നമ്മളൊക്കെ ഒന്നും അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കേശക്കുട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ കിടന്ന് ഓടുമായിരുന്നു. പാവമോ നല്ല ഉറക്കം. അപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഇനിയിപ്പോൾ സ്കൂളിൽ എക്സാമായി. കേശുവിന് ഇത്രയും ദിവസം ഞാനും കുറച്ച് കുഴപ്പമില്ല, ഈ ചെറിയ കാര്യങ്ങളല്ലേ ഉള്ളൂ, ഹോംവർക്ക് ഇടണം മാത്രമല്ല നമുക്കറിയാം. എന്തൊക്കെയോ വന്ന് പറയാനുണ്ട് സ്കൂളിൽ പഠിപ്പിച്ചത്. പക്ഷേ ഇത്രത്തോളം പഠിപ്പിച്ചെന്ന് ടീച്ചർ ബുക്ക് വന്ന് വിട്ടപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ ഞങ്ങളാണ് ആകെ തലപ്രാന്ത് എടുത്ത് നടക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ട് പഠിക്കാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്ക് പുളിഞ്ചിക്കതാ നിറച്ച് കാച്ച് മുകളിൽ കിടപ്പുണ്ട്. ഞാൻ വിചാരിച്ചു പുളിഞ്ചിക്ക് ഇപ്പോൾ ഇവിടെ ഇല്ലെന്നാണ്. മെനങ്ങാന്ന് കാരല മീൻ വാങ്ങിച്ചപ്പോഴേക്കും പുളിഞ്ചിക്ക ഉണ്ടെങ്കിൽ ഇട്ട് വെച്ചാൽ നല്ലതാണെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സംഭവം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നത്. വന്ന് നോക്കിയപ്പോഴേക്കും അതിൻ്റെ മേളിലാണെങ്കിലും ഒരു 4-5 കൊല നന്നായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ അതിന് ഞാൻ എടുത്തുകൊണ്ട് വരെയാണ് അച്ചാറിടാമെന്ന് വെച്ചിട്ട്. അപ്പോൾ പുളിഞ്ചിക്ക അച്ചാറൊക്കെ ഒരുപാട് കഴിക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. നമ്മളിങ്ങനെ ഒരുപാട് കഴിക്കാതിരുന്നാൽ മതി, കുറച്ചൊക്കെ കഴിക്കാം. നല്ല ഫ്രഷായിട്ട് കിട്ടണ സംഭവമല്ലേ. അങ്ങനെ അല്ലെങ്കിലുണ്ടല്ലോ ഈ പുളിഞ്ചിക്കയുടെ കാര്യം അറിയാമല്ലോ, അടി മുതൽ മുടി വരെ കാച്ചി കിടക്കും. ഇതിപ്പോൾ കാച്ചി തുടങ്ങിയിട്ടേ ഉള്ളതെന്ന് തോന്നുന്നു. എല്ലാ പ്രാവശ്യവും കുറേശ്ശെങ്കിലും ഇപ്പോൾ അത് തരാറുണ്ട്. അങ്ങനെ ഞാൻ അതും കൂടെ എടുത്ത് നാളെ ഇനി ഇത് വെച്ചിട്ട് ഒരു കറിയും കൂടെ വയ്ക്കണം. പുളിഞ്ചിക്ക കറി ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ പുളിഞ്ചിക്ക അച്ചാറിടുമ്പോൾ ചുമ്മാ കൊണ്ട് അച്ചാറിട്ടിട്ട് കാര്യമില്ല. പുളിഞ്ചിക്കേനെ ഒന്ന് കട്ട് ചെയ്ത് അതിൽ ഉപ്പും മുളകും കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു ദിവസം വെയിലത്ത് ഉണക്കണം. ഒറ്റ ഉണക്ക് മതി, നല്ല ഉണങ്ങി ചുക്കായിട്ട് അച്ചാറിടേണ്ട കാര്യവും ഇല്ല. അങ്ങനെ ഇട്ടാൽ കുറച്ചധികം ദിവസം ഇരിക്കും. പക്ഷേ ഒറ്റ ഉണക്കിലിടുമ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ വാടി തുടങ്ങിയിട്ടും ഉണ്ടാവും, എന്നാലും നല്ല ഉണങ്ങിയതും ഇല്ല. ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ അച്ചാറിടുമ്പോഴേക്കും. ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവോ ഇല്ലേന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് കുട്ടയും വട്ടിയൊന്നും എടുക്കാതെയാണ് വന്നത്. അങ്ങനെ ടോപ്പിൽ തന്നെ സംഭവങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് കോവയ്ക്ക് കിട്ടിയതും കൊണ്ട് സുനിതേച്ചി അവിടെ താഴെ ചെന്നിരിക്കുകയാണ്. ഇനി അതും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് വേണം കൊണ്ടുപോകാൻ. ഇതൊന്നും ഇന്നിപ്പോൾ ഒന്നും ചെയ്യാനില്ല, നാളെ ഇതൊക്കെ കട്ട് ചെയ്ത് വെയിലത്തൊക്കെ വെക്കുകയുള്ളൂ. അങ്ങനെ കിട്ടിയ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോഴേക്കും അവിടെ പാൽമുളക് നിറയെ കാച്ചി കിടക്കുന്നു. എന്ത് കണ്ടപ്പോഴേക്കും ഒരു ആവേശം തോന്നുമല്ലോ. അങ്ങനെ കുറച്ച് പാൽമുളകും കൂടെ അവിടെ നിന്ന് എടുത്ത്, ഇപ്പം എനിക്ക് ഇതിൻ്റെ വലിയ അത്യാവശ്യമൊന്നുമില്ല, പക്ഷെ കണ്ടപ്പോഴേക്കും അതിനവിടെ വിട്ടിട്ട് വരാനും തോന്നിയില്ല. അങ്ങനെയാണ് കുറച്ച് പാൽമുളകും കൂടെ എടുത്തത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ കിട്ടി. ഇനി ഇതെല്ലാം കൊണ്ട് വീട്ടിൽ വെക്കണം. വെച്ചിട്ട് ഇനി വൈകുന്നേരം ഇനി തൂത്തുവാരി വിളക്ക് കത്തിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലോട്ടൊക്കെ പോകണം. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു കാന്താരി നിൽപ്പുണ്ട്. ഞാൻ ചേച്ചിയോട് പറയണം എനിക്ക് കാന്താരി മുളകിൻ്റെ വിത്തും പാൽമുളകിൻ്റെ വിത്തും കൂടെ വെച്ചിരിക്കണേ എന്ന്. വീട്ടിലൊരു പാൽമുളക് കാച്ചിട്ട് അത് നല്ലതുപോലെ കാച്ചതൊന്നുമില്ല. അങ്ങനെ അതെല്ലാം കൊണ്ടൊക്കെ വെച്ചതിന് ശേഷം ഇനി അടിച്ചു വാരി വൃത്തിയാക്കാനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യണത് ഈ ഒരു ബാക്ക് വശത്താണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കും. നമ്മൾ ഈ ഫ്രണ്ടിൽ ഇറങ്ങിയിരിക്കലും കാര്യങ്ങളൊക്കെ കുറവായിരിക്കുമല്ലോ. നമ്മളെപ്പോഴും അടുക്കള സൈഡ് ബാക്ക് സൈഡായിരിക്കും നമ്മൾ കൂടുതൽ നിൽക്കുന്നത്. അടിച്ചു വാരി തളിച്ചതിനൊക്കെ ശേഷം വിളക്ക് കത്തിക്കാനായിട്ട് ഉള്ള ഒരുക്കത്തിലായിരുന്നു. ഇന്ന് രാവിലെ എനിക്ക് എന്തോ ഒരു വയ്യായികയായിരുന്നു, തലവേദനയും ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് ഞാൻ രാവിലെ കുളിച്ചതൊന്നുമില്ല. അമ്മയാണ് രാവിലെ കുളിച്ച് വിളക്ക് കത്തിച്ചത്. ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. നമ്മുടെ ഹെൽത്തും കൂടെ നോക്കണമല്ലോ. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കെന്തോ ഹെൽത്ത് കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇനി എന്നെ കൂടെ കുറച്ചധികം നോക്കണം. അപ്പോൾ ഞാനിന്ന് കുറച്ച് ലേറ്റായാണ് എണീച്ചത്. കേശുവിന് ഇന്ന് സ്കൂളിലൊന്നും പോകണ്ട, ചേട്ടന് പോകണം, അത് പ്രശ്നമില്ല. ചേട്ടൻ എന്തായാലും 8-9 മണിയായിട്ടേ പോവുള്ളൂ. ആൾ പോയിട്ട് പിന്നെ കാപ്പി കുടിക്കാനൊക്കെ വന്നോളും. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായി ഒന്ന് കുളിച്ചൊക്കെ അമ്മയോടെ പറഞ്ഞ് ഞാൻ വിളക്ക് കത്തിച്ചോളാം എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ അമ്മയാണ് വിളക്ക് കത്തിക്കാറ്. നമ്മൾ കുറച്ചിങ്ങനെ ക്ഷീണവും കാര്യങ്ങളോട്ടൊക്കെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാലോചിച്ചിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എനിക്കാണെങ്കിൽ ഇങ്ങനെ പോയി എന്തെങ്കിലുമൊക്കെ എടുക്കുന്നത് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ അറിയാണ്ട് കുറച്ചങ്ങ് ആക്റ്റീവ് ആവും പോലെ തോന്നും. അങ്ങനെ വിളക്കെല്ലാം കത്തിച്ചിട്ട് സന്ധ്യ സമയത്ത് വിളക്ക് കത്തിച്ചിട്ട് ഞാൻ എല്ലാ ലൈറ്റും കത്തിച്ചിടുമ്പോഴേക്കും ഒരു പ്രത്യേക ഭംഗി തോന്നും. ഒരു 10 മിനിറ്റ് അങ്ങനെ എല്ലാം കൂടെ ഒന്ന് കത്തിച്ചിട്ടും. അപ്പോൾ ലൈറ്റൊക്കെ കത്തിച്ചിടുകയാണ്. അനന്ത് വന്നിട്ടുണ്ടായിരുന്നു. കേശു പഠിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. കേശു പഠിക്കാനായിട്ട് ഇരുന്നിട്ട് 100 വട്ടം പല അടവും പറഞ്ഞ് വെളിയിലിറങ്ങും.
അവന് പഠിക്കാൻ കയറുമ്പോഴത്തേക്ക് വെള്ളം, ദാഹം, തുപ്പണം, ഇതൊക്കെയാണ് അവൻ്റെ ഓരോരോ ആവശ്യങ്ങൾ. വീണ്ടും വെള്ളം കുടിക്കണമെന്നൊക്കെ പറഞ്ഞ് അമ്മ അടുക്കളയിലാണ്. അമ്മ ഇരുന്ന് പോയി വെള്ളം വാങ്ങിച്ച് കുടിച്ചിട്ട് ഞാൻ വീണ്ടും അകത്താക്കിയിട്ട് പോയതാണ്. വീണ്ടും വന്നിട്ട് അവൻ എന്തോ അവിടെ ഷോക്കേസിൽ നിന്ന് എടുക്കണമെന്നും പറഞ്ഞാണ് ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പുറത്തിറങ്ങണത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേശു. അവിടെ ചുമ്മാ കണ്ടില്ലേ തത്തിക്കളിച്ച് നിൽക്കുക. എന്നിട്ട് ഓടിപ്പോയി സോഫയിൽ കിടക്കണം, ഞാൻ കുറച്ചൊന്ന് വിശ്രമിച്ചിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാമെന്ന്. അങ്ങനെ അത് വീട്ടിൽ നമ്മൾ അടിച്ച് അവൻ്റെ അകത്താക്കി. ഭയങ്കര അടവാണ് പഠിക്കാതിരിക്കുന്ന സമയത്ത്. ഇങ്ങനെ ഒരു കള്ളച്ചെറുക്കം ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് മീനൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് എരിശ്ശേരിയും കഞ്ഞിയും ആയിരുന്നു ഇവിടെ. അങ്ങനെ രാത്രിയത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അനന്തമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു അമ്മ നമുക്കിന്ന് മസാല ദോശയും ഉഴുന്നുവടയൊക്കെ ആക്കാമെന്ന്. അങ്ങനെ മസാല ദോശ ഉണ്ടാക്കാനുള്ള മസാലയാണ് അമ്മ അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 3-4 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഉരുളക്കിഴങ്ങ് മാത്രം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം അതിനെ ഒന്ന് തണുത്തിട്ട് അതിനെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറച്ച് സവാള കട്ട് ചെയ്ത് സവാളയും പച്ചമുളക് കൂടുതലിടും. കാരണം എരിക്ക് നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ കുറച്ചധികം പച്ചമുളക് ഇടും. അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില, പിന്നെ എല്ലാം കൂടെ എടുക്കും. അതിനുശേഷം എന്ത് ചെയ്യുമ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇടും. അങ്ങനെ കടുകൊക്കെ തളിച്ചിട്ട് സവോളയൊക്കെ ഇട്ട് വഴറ്റിയെടുത്തിട്ട് ഇതും കൂടെ പൊടിച്ച് അതിലേക്ക് ഇട്ട് എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും പിന്നെ അതുപോലെ നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ മസാല അവിടെ റെഡിയായി. അങ്ങനെ ഇന്ന് രാത്രി മസാല ദോശയും സാമ്പാറും വടയൊക്കെ ആക്കാമെന്ന് വിചാരിക്കുകയാണ്. അമ്മ ഇപ്പോൾ മസാല ദോശയ്ക്കുള്ള മറ്റേ ഉരുളക്കിഴങ്ങില്ലേ, സാമ്പാറാണേ. ഉരുളക്കിഴങ്ങാനകത്തുള്ള കൂട്ട് സംഭവങ്ങളൊക്കെ എല്ലാം അമ്മ റെഡിയാക്കി വെച്ചിട്ട് അമ്മയൊക്കെ കുളിക്കാൻ പോയി. ഞാൻ ഇന്ന് രാവിലെ കുളിച്ചതൊന്നുമില്ല. ഇന്ന് രാവിലെ അമ്മയാണ് വിളക്ക് കത്തിച്ചത്. രാവിലെ എനിക്ക് ഭയങ്കര തലവേദനയും കാര്യമൊക്കെ ആയിരുന്നതുകൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുളിക്കാനൊന്നിനും പറ്റിയില്ല. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് കേശുവിന് പോണ്ടാത്ത ദിവസം കൂടെ ആയിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ വൈകുന്നേരം, രാവിലെ പിന്നെ മേലൊക്കെ കഴുകിയതേ ഉള്ളായിരുന്നു. ഇപ്പോൾ വൈകുന്നേരമാണ് കുളിച്ച് വിളക്ക് കത്തിച്ച് ഒന്ന് നല്ല ഫ്രഷ് ആയത്. ഇപ്പോഴാണ് സമ്മതിക്കൂല പറയാനായിട്ട്. അപ്പോൾ ഇനി സാമ്പാർ അവിടെ റെഡി ആവണം. ഇതായി ഇനി സാമ്പാറും കൂടെ. ഇനിയിപ്പോൾ നമുക്ക് ദോശ കൂടെ മസാല ദോശയ്ക്കുള്ള മെയിനായിട്ടുള്ള ഐറ്റം കഴിഞ്ഞു. ഇനി മസാല ദോശ ആക്കിയാൽ മതി. അപ്പോഴേക്ക് സാമ്പാറും കൂടെ റെഡിയാവും. പിന്നെ നമുക്ക് വടയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ വടയ്ക്കുള്ള ഉഴുന്ന് ഇതാ അമ്മ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അതൊരു ഉഴുന്ന് വടയും കൂടെ ആക്കിയിട്ട് കേശവനാണെങ്കിൽ ഇപ്പോൾ മസാല ദോശയുടെ അടുത്തൊരു പ്രത്യേക ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയും സംഭവങ്ങൾ വയ്ക്കണം. രാവിലത്തെ പോലെ അല്ല കേട്ടോ. വൈകുന്നേരം കുളിച്ചിട്ട് അടുക്കളയിൽ കയറിയപ്പോഴേക്ക് ഭയങ്കര നല്ല ചൂടെടുക്കും. അതുപോലെ വൈകിട്ട് ചായയും ഇട്ടില്ല. ഇനി മസാല ദോശയൊക്കെ റെഡി ആക്കിയിട്ട് അതിൻ്റെ കൂടെ ചായ കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കേശുവിനെ പഠിക്കാനായിട്ട് ഇരുത്തി. പഠിക്കാതിരിക്കുമ്പോൾ 100 വട്ടം ഇറങ്ങി വെളിയിൽ വരും. പരീക്ഷയാണെങ്കിൽ ഇങ്ങനെ അടുത്ത് തലയ്ക്ക് മീതെ പഠിക്കാനുണ്ട്. LKG-യിലൊക്കെ ഇത്രയും പഠിക്കാനുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾക്കാണ് ടെൻഷൻ. ഓൺ വോയിസ് കൊടുക്കാമെന്ന് വെച്ചപ്പോഴേക്കും മൈക്കിന് എന്താ കംപ്ലൈൻ്റ് ആയിട്ട് വീണ്ടും ഭയങ്കര എക്കോ കേൾക്കണമുണ്ട്. എനിക്ക് എൻ്റെ ആദ്യത്തെ മൈക്ക് പോയതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള മൈക്കായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞിട്ട് കുറച്ച് കുറഞ്ഞ മൈക്കാണ് വാങ്ങിയത്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലൈൻറ്റ് കാണും. ഞാനത് ഭയങ്കര സാറ്റിസ്ഫൈഡൊന്നും അല്ല ആ ഒരു സംഭവത്തിൽ. അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. അതങ്ങ് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പാത്രങ്ങൾ നമുക്കിപ്പോൾ ഈ മസാല ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ജോലി കൂടുതലാണ്. അപ്പോൾ പല സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നിൽക്കേണ്ടേ. അപ്പോഴും പാത്രങ്ങൾ ഇങ്ങനെ സിങ്കിൽ കുന്നുകൂടിക്കൊണ്ട് കിടക്കും. അപ്പോൾ കേശുദാ വീണ്ടും വെള്ളം ദാഹിക്കണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പഠിച്ചു തീർന്നില്ല. അതിനിടയ്ക്ക് 100 വട്ടം ഇറങ്ങി വരും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അങ്ങനെ മസാലയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാറിനുള്ള പരിപ്പും വേവിച്ച് വെച്ച് ഇനി അതിനുള്ള മലക്കറിയും കാര്യങ്ങളൊക്കെ അതിലിട്ട് കൊടുക്കണം. അപ്പോൾ ഇനി മലക്കറി ഞാനിപ്പോൾ സാമ്പാറിൽ ഒരുപാട് മലക്കറി ഒന്നും ഇടണില്ല. കുറച്ച് മലക്കറി ഇടാമെന്ന് വിചാരിച്ചു. മുന്നേ ഞാൻ സാമ്പാർ ഉണ്ടാക്കണ അറിയാമല്ലോ. ഇതാ ഇവിടെയുള്ള സംഭവങ്ങൾ കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് ആ ചേമ്പും തടയും അതൊന്നും കിട്ടാനില്ല. അതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഈ മലക്കറി വാങ്ങിച്ചു തുടങ്ങിയത്. എനിക്ക് ചേമ്പും തട ഇല്ലാതെ സാമ്പാർ വയ്ക്കുമ്പോഴേക്കും എന്തോ അപ്പോൾ പിന്നെ വേറെ ഒന്നും ഇല്ലാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഇപ്പോൾ മലക്കറി വാങ്ങും. ഇപ്പോൾ ക്യാരറ്റൊക്കെ ഇതുപോലെ തൊലി കളഞ്ഞെടുത്ത് ഇനി മലക്കറികളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഇനി സാമ്പാർ വയ്ക്കണം.
ചുമ്മയല്ല, നമുക്ക് ഈ ഹോട്ടലിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതിന് മസാല ദോശയ്ക്കൊക്കെ ചിലപ്പോൾ 80 രൂപയൊക്കെ വാങ്ങും. അപ്പോൾ ഒരു മസാല ദോശയുടെ വില എന്ന് പറയും ഭയങ്കര മെനക്കേടാണ് കേട്ടോ. വേറെ എന്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കും. ബാക്കി ഈ മസാല ദോശയ്ക്കാണെങ്കിൽ ദോശ ചുടണം, അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള മസാല ശരിയാക്കണം, പിന്നെ വട, മസാല ദോശയ്ക്ക് കൂട്ട് എപ്പോഴും ഉഴുന്നുവട കാണുമല്ലോ, ഉഴുന്നുവട ഉണ്ടാക്കണം, അതിന് കൂട്ട് ചമ്മന്തി ഉണ്ടാക്കണം. ഞാൻ എന്തായാലും ഇപ്പോൾ ചമ്മന്തി ഒഴിവാക്കി. രാത്രി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറുമ്പോൾ അല്ല, രാത്രി കുളിച്ചിട്ട് അടുക്കളയിൽ കയറിയപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടും ഇങ്ങനെ വിയർത്തുകൊണ്ടിരിക്കണുണ്ട്. വീണ്ടും ഇനി തലനീരിറക്കോ ജലദോഷമൊക്കെ വന്നാലും ഒന്നാമത് എനിക്ക് ആകെപ്പാടെ ഒരു ഇതായിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ വന്നാൽ പിന്നെ എനിക്കിനി തല പൊക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഇനി കുറച്ചങ്ങനെ ക്ഷീണിച്ച് കിടന്നിട്ട് കാര്യമില്ല. ഇനി ഓണമൊക്കെ വരാൻ പോയല്ലേ, അപ്പോൾ അതിൻ്റെ ഓളം ഇപ്പോഴേ തുടങ്ങണ്ടേ. എൻ്റെ സ്വഭാവത്തിന് ഞാൻ അങ്ങനെയാണ്, എന്തെങ്കിലും വരാറാവുമ്പോഴേക്കും എനിക്കങ്ങ് പെട്ടെന്ന് അതിൻ്റെ ആ മൂഡിലോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എന്നെ പോലെ എൻ്റെ അതേ കോപ്പിയായിട്ട് കേശു പറഞ്ഞുണ്ട്. ചേട്ടൻ അങ്ങനെയൊന്നുമില്ല, ഓണം എത്തിയാൽ മാത്രമേ ഓണത്തിൻ്റെ ആ ഒരു ഫീല് വരുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയല്ല, പ്രത്യേകിച്ച് മനഃപൂർവ്വമായിട്ട് അതിലോട്ടൊക്കെ അങ്ങ് ആവാൻ നോക്കും. അപ്പം നമ്മളെ മൈൻഡും നമ്മളൊക്കെ കുറേ കൂടി ഇങ്ങനെ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. ഓരോ ആഘോഷങ്ങൾ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ അതിനിടയിൽ കുറേ കാര്യങ്ങളൊക്കെ വരാം, കുറേ വിഷമങ്ങൾ വരാം. അതൊന്നും കണ്ടില്ലാതെ നടിച്ചിട്ട് നമ്മൾ അതിലോട്ട് മാത്രം, ഈ ആഘോഷങ്ങളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്താലുണ്ടല്ലോ, നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കും പോലെയൊക്കെയാണ് തോന്നാറ്. അപ്പോൾ കുറച്ച് ഒരു കഷ്ണം എന്തോന്ന് നമ്മുടെ മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ, ആ സംഭവം ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടെ ഇതിലിടാമെന്ന് വിചാരിച്ച്. പിന്നെ ഇത് വഴുതനങ്ങയാണ്. അപ്പോൾ ഒരു വഴുതനങ്ങയും കൂടി ഇട്ട്, വഴുതനങ്ങ ഞാൻ വിചാരിച്ചു അതെന്തോ കേടാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞ് ലാസ്റ്റ് എത്തിയപ്പോഴായിട്ട് മനസ്സിലായി അത് കേടല്ല, അതിൻ്റെ ആ വഴുതനയുടെ അരി ഉണ്ടല്ലോ ആ സംഭവം ഇങ്ങനെ കറുത്തിരുന്നതാണെന്ന്. അങ്ങനെ അതും ഇട്ട് ഒരു കത്തിരിക്കയും കൂടെയൊക്കെ ഇട്ടാണ് സാമ്പാർ വെക്കാനായിട്ട് പോണത്. ഇടയ്ക്കിടയ്ക്ക് കേശുവിനെ പോയി നോക്കണം. ഇപ്പോൾ ഒരുപാട് പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മോന് തന്നെ ഭയങ്കര മടിയും ഭയങ്കര ഒരു കരച്ചിലൊക്കെയാണ്. അല്ലെങ്കിൽ കുറച്ചല്ലേ ഉള്ളായിരുന്നു പഠിക്കാനായിട്ട്. ഈ 4ാം ക്ലാസ് 4 വയസ്സായ പിള്ളേർക്കൊക്കെ എന്തിനാണ് ഇത്രയും പഠിക്കാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, നമ്മൾ 6 വയസ്സിലാണ് സ്കൂളിൽ ചേരണത്. 6 വയസ്സിൽ സ്കൂളിൽ പോയാൽ അപ്പോൾ പറയൊക്കെ പഠിച്ച് 4ാം ക്ലാസ്സിലെത്തുമ്പോഴാണ് ABCD പഠിച്ചു തുടങ്ങുന്നത്. 5ാം ക്ലാസ്സിലെത്തുമ്പോഴാണ് ഹിന്ദി പഠിക്കണത്. ഇപ്പം എന്തോന്നാണ് 4ാം ക്ലാസ്സിൽ 4 വയസ്സായ പിള്ളേർക്ക് തന്നെ ഒരു കുന്നുണ്ട് പഠിക്കാനായിട്ട്. അയ്യോ, ഇതൊക്കെ നമുക്ക് ഈ സമയത്തൊക്കെ ഒരു കുന്തം അറിഞ്ഞുകൂടാതെ നമ്മൾ എന്ത് കളിച്ച് രസിച്ച് നടക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ എല്ലാവരും രക്ഷപ്പെട്ടില്ല, എല്ലാവരും എന്തെല്ലാം വലിയ വലിയ മേഖലകളെത്തി. നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ. ബാക്കി അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ പഠിച്ചവരൊക്കെ എല്ലാവരും വലിയ പൊസിഷനിലെത്തിയില്ലേ. ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെ പഠിച്ചിട്ട് അവർക്ക് പഠിത്തം മാത്രമേ ഉള്ളൂ, ജീവിതം കുറേ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ എന്ന് തോന്നുന്നു. ചിലപ്പോൾ നമ്മുടെ കടയിൽ വരുന്ന ആ സമയം കൊണ്ട് ഞാൻ ഇതിൽ മലക്കറിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയാൻ തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് വരും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ കടയിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് പിള്ളേരെയും കൊണ്ട് വന്നിട്ട് നമ്മൾ അതിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുത്തുമ്പോഴേക്ക് ഒന്നിലിങ്ങനെ ABCD ആ ലെറ്ററുണ്ട്, പിന്നെ മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്, പിന്നെ ഇങ്ങനെ സിമ്പിൾസാണുള്ളത്. അപ്പോൾ വായിക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് അത് കാണിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുത്തുന്ന സമയത്ത് എപ്പോഴും മലയാളം ഓണിട്ടേക്കാറ്. അപ്പോൾ ഈ കൊച്ചുമക്കളെയും കൊണ്ട് വരുമ്പോഴത്തേക്ക് അവരുടെ പേരൻസ് പറയണത് എന്തെന്നറിയാമോ, ഇംഗ്ലീഷ് ആക്കി കൊടുക്കണേ, മലയാളം അത്രയ്ക്ക് അങ്ങോട്ട് വായിക്കാൻ അറിയില്ല എന്ന് പറയും. എനിക്ക് അത് കേൾക്കണത് കണക്കൊരു ദേഷ്യമുണ്ടല്ലോ. അവർക്കെന്തോ അത് ഭയങ്കര മലയാളം വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സ്റ്റാറ്റസ് പോലെയാണ്. ചിലവരുടെ അടുത്ത് നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമുള്ളവരുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട്, അത് കൊള്ളാം മലയാളവും പഠിക്കേണ്ടതെന്ന്. എന്നാൽ അവർ തുറന്നാൽ പറയണം അത്രയും മലയാളമല്ല, ഇംഗ്ലീഷ് അല്ലല്ലോ. അപ്പോൾ അതൊക്കെ അച്ഛനും അമ്മയ്ക്കും മലയാളം പഠിക്കേണ്ട, ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ മതി എന്നാണ്. കേശുവിന് എന്ത് കാര്യം ഞാൻ പറഞ്ഞു കൊടുത്താലും അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും പറഞ്ഞു കൊടുക്കും. അതിൻ്റെ മലയാളം വാക്ക് അവൻ അറിയണ്ടേ. ചുമ്മാ അവൻ ജീവിക്കണത് എന്തായാലും ഇപ്പോൾ കേരളത്തിലല്ലേ, ഇവിടെ നിന്ന് എവിടെ പുറത്ത് പോയെന്ന് പറഞ്ഞാലും ലാസ്റ്റ് ഇവിടെ തന്നെ വന്ന് അടിയണമല്ലോ. അപ്പോൾ അതൊരു ഭയങ്കര ഗമയായിട്ടൊന്നും എനിക്കങ്ങനെ തോന്നാറേ ഇല്ല. എനിക്കത് കേൾക്കണത് കണക്കൊരു ദേഷ്യം വേറെ ഇല്ല. ചേട്ടനാണെങ്കിൽ അങ്ങോട്ട് ചോദിക്കാറുണ്ട്, അത് മലയാളം വായിക്കാൻ അറിയാമോ? ഞാൻ കസ്റ്റമർ പോകുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളെന്തിനാ അങ്ങനെ ചോദിക്കണത്, മലയാളി കൊച്ചു തന്നെയല്ലോ, മലയാളം വായിക്കണ്ടേ. അത് കേൾക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര അറിയാമെങ്കിൽ അവർ പറയാം മലയാളം അത്ര അറിയില്ല, ഓരോ അക്ഷരങ്ങൾ പറയാൻ പോലും അറിഞ്ഞുകൂടെങ്കിൽ എന്താണല്ലേ. അപ്പോൾ അവിടെ സാമ്പാറും ഈ സമയം കൊണ്ട് സാമ്പാറൊക്കെ അവിടെ റെഡിയായി. ഞാൻ സാമ്പാർ വയ്ക്കണത് ആ മലക്കറിയില്ല ഒന്നും കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ മലക്കറി എല്ലാം കൂടെ ഇട്ടിട്ട് 2 വിസിലിൽ അതും കൂടെ വേവിച്ചെടുക്കും. അപ്പോഴേക്കും നമ്മൾ സാമ്പാറിൽ കിട്ടില്ല സാമ്പാറൊക്കെ ആയിക്കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് വെണ്ടയ്ക്കൊക്കെ ഒന്ന് വഴറ്റിയൊക്കെ ഇട്ട് കൊടുക്കാം. എനിക്ക് അങ്ങനെ ഇടണം എന്നൊന്നും തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെക്കാറ്.
അപ്പോൾ ഇനി നമ്മുടെ വടയ്ക്കുള്ള ഉഴുന്നൊക്കെ അവിടെ ആട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്ന് വെള്ളം തൊടാതെ ഒന്ന് ആട്ടിയെടുക്കണം. ഞാൻ അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ സോഡാപ്പൊടിയും കൂടെ ഇട്ടാണ് ആട്ടിയെടുക്കുന്നത്. നമ്മളിപ്പോൾ ഉഴുന്ന് വെള്ളം തൊടാതെ ഇങ്ങനെ ഒന്ന് അരയ്ക്കുമ്പോഴേക്ക് ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കും ആ മിക്സിയിൽ. എന്നാലും വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 2 വിസിൽ കേട്ട് അതിലിട്ട മലക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി പുളിവെള്ളം ഒഴിക്കണം. അങ്ങനെ പുളിവെള്ളം കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്ത് ഇനി കടുകും കൂടെയൊക്കെ താളിച്ച് ഇട്ടാൽ മതി. പിന്നെ ഈ കായം ഉണ്ടല്ലോ, കായം കുറച്ച് കൂടുതൽ ഇടുമ്പോഴാണ് സാമ്പാറിൻ്റെ മണം വരണത്. അപ്പോൾ അമ്മ ആ വടയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ക്യാബേജ്, സവോള. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അമ്മ സാരിയൊക്കെ ഇങ്ങനെ ഒതുക്കി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ അവിടെ ക്യാബേജും സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ അരിഞ്ഞെടുക്കുകയാണ്. ക്യാബേജ് ഉണ്ടെങ്കിൽ നമ്മൾ ക്യാബേജ് ഇടും, ക്യാരറ്റും ഇടും. പിന്നെ ക്യാരറ്റ് ഇട്ടില്ല. ക്യാബേജ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ സവോളയും പച്ചമുളക് കറിവേപ്പിലയും മല്ലിയിലയും മാത്രമേ ഇടുള്ളൂ. അപ്പോൾ ഇനി എണ്ണ ചൂടാക്കി, ഇതിപ്പോൾ സാമ്പാറിന് കടുക് വറുക്കാനാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് ഒരു 3-4 ഉലുവയും കൂടെ ഇട്ട് കൊടുക്കും. പിന്നീട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൊച്ചുള്ളി തോനെ ഇടണം. നമ്മൾ എന്ത് കടുക് വറുത്താലും കൊച്ചുള്ളി തോനെ ഇട്ട് കടുക് വറുക്കുമ്പോഴാണ് ആ ഒരു മണം അങ്ങോട്ട് വരണത്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ താളിച്ചൊഴിച്ച് കൊടുത്തിട്ട് അതങ്ങോട്ട് അടച്ച് വെച്ചിട്ട് തുറക്കാൻ പോകണ്ടല്ലോ, ഭയങ്കര മണമാണ്. അങ്ങനെ അതൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ സാധാരണ ലുലുന്നാണ് എണ്ണ വാങ്ങാറ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി മെല്ലിന്ന് മാത്രം എണ്ണ വാങ്ങിയാൽ മതി, ലുലുന്നാകുമ്പോൾ കുറച്ച് ഓഫറിൽ എണ്ണ കിട്ടുമല്ലോ. അപ്പോൾ പറഞ്ഞാൽ ഒരു ഓഫറും വേണ്ട, മെല്ലിന്ന് മാത്രം എണ്ണ വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം തൊട്ട് മെല്ലിന്നാണ് എണ്ണ വാങ്ങി തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഉഴുന്നോടേക്കുള്ള സംഭവങ്ങളൊക്കെ അവിടെ റെഡിയായി. ഇനി അതിലേക്ക് കുറച്ച് റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കും. ഇതിപ്പോൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഉഴുന്ന് വെള്ളം തൊടാതെ അരച്ചെടുത്ത് അതിലേക്ക് ഉപ്പും സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നീട് അല്ലാതെ കട്ട് ചെയ്ത് ചേർത്തത് ക്യാബേജും പിന്നെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും കൂടെയാണ്. ഇത്രയും സംഭവങ്ങൾ ചേർത്ത് കുറച്ച് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടി കുറച്ച് റവയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തിട്ട്, എൻ്റെ വട മേക്കർ ഇതാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഇതാ ഒരു ചിരട്ടയിൽ ചിരട്ട ഒന്ന് നനച്ചിട്ട് മാവ് അതിലേക്ക് വെച്ച് ഒരു ഓട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് തിളച്ച എണ്ണയിലോട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. മാവ് അപ്പാടെ വന്നങ്ങ് വീണോളും. ഇനി വടയും ഒക്കെ റെഡിയാക്കി കറികളും എല്ലാം റെഡിയാക്കിയിട്ടാണ് മസാല ദോശ ചുടാനായിട്ട് തുടങ്ങിയത്. എനിക്ക് ഇത്രയും വലിയ ഒരു ദോശച്ചട്ടി എന്ത് പറയാനായിട്ട് ദോശക്കല്ലുള്ളത് കൊണ്ട് മസാല ദോശ ചൂടാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതിനൊന്ന് കറക്കി നല്ല ഷേപ്പാക്കി എടുത്തിട്ട് അതൊന്ന് വെന്ത് വരണം. നല്ലതുപോലെ വെന്ത് വന്നിട്ട് കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മൊരിഞ്ഞ് വരണ സമയത്ത് മസാല വെച്ച് കൊടുക്കണം. നമ്മളിത് ചുറ്റിക്കാൻ നേരത്തെ ആദ്യം എനിക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ നടുക്കുന്ന വേണം തവി വെച്ച് ഇങ്ങനെ ചുറ്റിച്ച് കൊണ്ടുവരാനായിട്ട്. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ അറ്റത്തു നിന്നാണ് ചുറ്റിക്കാൻ തുടങ്ങുന്നത്. അപ്പം നടുക്ക് കട്ടിയായിട്ടിരിക്കും. അങ്ങനെയല്ല ചുറ്റിച്ചെടുക്കാനുള്ളത്. മാവ് ഒഴിച്ചതിന് ശേഷം അത് നടുക്ക് ഭാഗത്ത് തവി വെച്ച് കറക്കി കൊണ്ടുവരുമ്പോഴേക്കും അതിങ്ങനെ നീങ്ങി പോയിട്ട് എല്ലാ ഭാഗവും ഒരേ കനത്തിനും നല്ല രസമായിട്ട് കിട്ടും. ഇനി അതിൽ മസാലയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ വെച്ചിട്ട് 2 സൈഡുമാണ് മടക്കിയെടുക്കുന്നത്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറച്ചും കൂടെ വലിയ മസാല ദോശയാണെന്ന് തോന്നുന്നു. അതിങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്താണല്ലോ വെച്ചിരിക്കുന്നത്. അതെന്നെക്കൊണ്ട് പറ്റാറേ ഇല്ല. അത് കുറച്ചും കൂടെ തിന്നാണെന്ന് തോന്നുന്നു ദോശ. പിന്നെ നമുക്ക് അത്രയും പെർഫെക്ഷൻ വരുമല്ലോ. എന്ത് കാര്യത്തിനും അതിൻ്റെ എക്സ്പേർട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അത് വേറൊരു ലെവലാണ്. നമ്മളുണ്ടാക്കുമ്പോൾ നോർമൽ രീതിയിലൊക്കെ ഇരിക്കും. പക്ഷേ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വടയ്ക്ക് ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുമ്പോഴേക്ക് വെള്ളച്ചമ്മന്തി കിട്ടും, അതുപോലെ തന്നെ തക്കാളി ചട്നിയൊക്കെ കിട്ടും. ഇതിപ്പോൾ ചമ്മന്തികളൊക്കെ എല്ലാം ഒഴിവാക്കി. കാരണം ഈശ്വര ഭയങ്കര ജോലിയായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയെങ്കിലും തീർത്താൽ മതിയെന്ന് തോന്നുന്ന രീതിയിലാകും. മസാല ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്. എപ്പോഴും മസാല ദോശ ഇവിടെ ഉണ്ടാക്കുമെന്നല്ല, വല്ലപ്പോഴും ഉണ്ടാക്കിയാൽ അവസാനം വിചാരിക്കും വേണ്ടായിരുന്നു, ചുമ്മാ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നും. അത്ര ജോലിയാണ് എല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും. അങ്ങനെ നമ്മൾ മസാല ദോശ റെഡിയായി. അതിൽ സാമ്പാറും ഒഴിച്ച് വടയും ഒഴിച്ച് പിള്ളേരവിടെ കഴിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. കേശു 2-3 ദിവസം കൊണ്ട് ഇപ്പോൾ മസാല ദോശ കൊതിയനായിട്ട് നടക്കുകയാണ്. ഇന്നലെയും ചേട്ടൻ വാങ്ങിക്കൊടുത്ത മസാല ദോശ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന്.
അങ്ങനെ ആനന്ദ് കഴിക്കാനായിട്ട് കൊണ്ടുപോയപ്പോഴേക്കും അമ്മ വാരിത്തരണ്ട, ഞാൻ ചേട്ടൻ്റെ കൂടെ പോയിരുന്ന് കഴിച്ചോളാം എന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വലിയ ആളെ പോലെ എല്ലാം വാങ്ങിക്കൊണ്ട് പോവുകയാണ്. പോയി ഞാൻ ചെന്ന് നോക്കിയപ്പോഴേക്കും പകുതി അവിടെ പിച്ചൊക്കെ ഇട്ടിട്ട് പോയി. പിന്നെ കുറച്ച് ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പറയണം, ഞാൻ സ്കൂളിൽ ഞാനാണല്ലോ വാരി കഴിക്കണത് എന്ന് പറയും. എന്നാലും വീട്ടിൽ നിൽക്കുമ്പോഴേക്ക് നമുക്കൊരു തൃപ്തി വരില്ലല്ലോ. അവർ കഴിച്ചാൽ അങ്ങോട്ട് വയറ് വീർക്കും എന്നൊക്കെ ഒരു ടെൻഷനാണ്. അപ്പോൾ പാത്രങ്ങൾ കുറേയൊക്കെ ഒഴിവാക്കിയിട്ട് വീണ്ടും അവിടെ പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ആദ്യം അപ്പുറത്തെ അടുപ്പിലാണ് ഈ സംഭവം വെച്ചത്, പിന്നെ അതിനെടുത്ത് ഇപ്പുറത്തെ അടുപ്പിലോട്ടാക്കി. ഞാൻ പറയില്ലേ, ആ ഒരു ഗ്യാസ് ബർണർ നമുക്ക് തീ കുറയ്ക്കാനായിട്ട് പറ്റില്ല, കുറച്ച് അപ്പോഴത് അണഞ്ഞു പോകും. അപ്പോൾ ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന ബർണറിൽ മാത്രമേ നല്ലതുപോലെ സിമ്മാക്കി തീ വെക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഇനി കേശുവും അനന്തവും കഴിച്ച് ഇനി എനിക്കും അമ്മയ്ക്കും ഉള്ളത് ഉണ്ടാക്കണം. ചേട്ടനുള്ളത് ചേട്ടൻ വന്നിട്ട് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി വയ്ക്കുമ്പോഴേക്ക് കാസറോളിലൊക്കെ വെക്കാം. എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചൂടോടെ കൊടുക്കണതല്ലേ നല്ലത്. അങ്ങനെ മസാല ദോശ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ ഈ ചമ്മന്തിയുടെ കുറവുണ്ട്, നമുക്ക് വടയും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട്. അതുപോലെ മസാല ദോശയിൽ ആ ഒരു ചമ്മന്തിയൊക്കെ വന്നാലേ കുറച്ചും കൂടെ ഒരു ഇത് വരുള്ളൂ. വയ്യാത്തതുകൊണ്ട് വൈകുന്നേരം ആയപ്പോഴേക്ക് രാവിലെ കുളിച്ചിട്ട് കയറുമ്പോൾ അല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വൈകുന്നേരം കയറുമ്പോൾ ഭയങ്കര ഒരു ചൂടാണ്. രാവിലെ അങ്ങനെ എനിക്ക് തോന്നാറേ ഇല്ല, ഭയങ്കര ഉന്മേഷം തോന്നും. അമ്മയ്ക്കും അങ്ങനെയാണ്. അമ്മയ്ക്കും ഭയങ്കര മടിയാണ് വൈകുന്നേരം കുളിച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മേലെ കഴുകി കഴിഞ്ഞിട്ടോ പിന്നെ അടുക്കളയിൽ കയറാനായിട്ട്. അമ്മ അവിടെ ചായ ഇടുകയാണ്. നമ്മൾ സന്ധ്യയ്ക്ക് ചായ ഇട്ടില്ല. മസാല ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചായ ഇടാമെന്ന് വിചാരിച്ച്, അപ്പോൾ അതുകൊണ്ട് അമ്മ അവിടെ ചായ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 7:30 അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും പാത്രങ്ങളായി സിങ്കിൽ. അപ്പോൾ അതുകൂടെ അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ചധികം പാത്രങ്ങളുണ്ട്. അപ്പോൾ ചേട്ടൻ വന്നായിരുന്നു. ചേട്ടൻ അവിടെ മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി പറക്കി വെച്ചിട്ട് നാളത്തേക്ക് അപ്പത്തിനുള്ള അരിയും വെള്ളത്തിട്ടിട്ടുണ്ട്. ഇനി അതും കൂടെ ആട്ടി വെച്ച് കഴിഞ്ഞാലേ അടുക്കള ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സിങ്കിൽ കിടന്ന പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി പറക്കി എടുത്ത് ഇനി അടുത്ത ജോലി എന്താണെന്ന് വെച്ചാൽ സിങ്കിൽ നല്ല ബ്ലോക്കാണ്. അപ്പോൾ എനിക്ക് ആരോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ് സിങ്കിലെ ബ്ലോക്ക് പോകാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് സിങ്കൊക്കെ നല്ലതുപോലെ ഇനി കഴുകണമല്ലോ. അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തേച്ചുരച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ആ ഒരു കൂട്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. എനിക്കത് ഏകദേശം അറിയാമായിരുന്നു അങ്ങനെ ചെയ്യണം. മുമ്പൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പോൾ പിന്നെ മടിയായി. അപ്പോൾ ഒരാൾ പറയുമ്പോഴേക്കും നമുക്ക് അയ്യോ അവർ പറഞ്ഞതല്ലേ ചെയ്യണമെന്നൊരു തോന്നൽ വരുമല്ലോ. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ്സിൽ ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാൻ പോലെ ഞാൻ ആ സിങ്കിലെ വെള്ളം കളയാൻ വെച്ചിരിക്കുന്ന ഗ്ലാസ്സാണ്. അതിലേക്ക് വിനാഗിരി ഒഴിച്ച് കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സോഡാപ്പൊടിയാണ്. ഈ സംഭവം കൂടി ഇടുമ്പോഴേക്ക് വിനാഗിരിയിൽ സോഡാപ്പൊടി വീണാൽ പിന്നെ മൊത്തത്തിലൊന്ന് പതഞ്ഞ് പൊങ്ങിക്കളയും. ഇനി ഈ സംഭവം സിങ്കിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ അതിൽ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറും എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനത് മൊത്തത്തോടെ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൽ ബ്ലോക്കോ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ. അങ്ങനെ അതുമൊക്കെ ഒഴിച്ചു കൊടുത്ത് സിങ്കുമൊക്കെ സെറ്റാക്കി വെച്ച് അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ശരിയായി വന്നൊരു സമാധാനക്കേടാണല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് വിനാഗിരിയും കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച ആദ്യത്തെ അത്ര മതിയായിരിക്കും. എന്നാലും കുറച്ചും കൂടെ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു സമാധാനം. ഇതും കൂടെ ഒഴിച്ചാലേ അതങ്ങ് ശരിയാവുമോ എന്നൊരു തോന്നലാണ്. അങ്ങനെ അതുമൊക്കെ ഒഴിച്ച് സിങ്ക് സെറ്റാക്കി ഇനി അരി ആട്ടി വയ്ക്കണം. അതിനായിട്ട് ഒരു തേങ്ങ പൊട്ടിച്ച് തേങ്ങ വെള്ളമൊക്കെ എടുത്ത് വെച്ച് അരിയും അതിലേക്ക് തേങ്ങ തിരുവിയതും കുറച്ച് ചോറും കൂടെ ഇട്ടിട്ടാണ് അരി ആട്ടണത്. നമ്മൾ പിന്നെ അതുപോലെ തന്നെ രാത്രിയിൽ തേങ്ങ വെള്ളം കുടിച്ചുകൂടാന്ന് പറയുമല്ലോ. രാത്രിയിൽ തേങ്ങ വെള്ളം കുടിച്ച അച്ഛനും അമ്മയ്ക്കും ദോഷമാണെന്നാണ് പറയണത്. അതങ്ങനെ പറഞ്ഞാലും നമ്മൾ കേൾക്കുള്ളൂ. അതിൻ്റെ യഥാർത്ഥ കാര്യം എന്തെന്ന് വെച്ചാൽ രാത്രി തേങ്ങ വെള്ളം കുടിച്ചാലും നമുക്ക് ദഹനം കറക്റ്റായിട്ട് നടക്കില്ല. അതുകൊണ്ടാണ് രാത്രിയിൽ തേങ്ങ വെള്ളം കുടിക്കരുതെന്ന് പറയണത്. പണ്ടുള്ളവർ പഴമക്കാരെല്ലാം ഇതേപോലെ പറയുള്ളൂ. എനിക്ക് മാത്രം നമ്മൾ അനുസരിക്കുള്ളായിരുന്നു. അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അന്നത്തെ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാരുടെ കാര്യമാണ് പറയേണ്ടത്. അവർക്ക് അത്രയ്ക്കുള്ള കാര്യങ്ങളെല്ലാം അറിയാനുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാനായിട്ട് എന്ത് ബുദ്ധിയോടെയാണ് അവർക്ക് ഇതൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര അതിശയം തോന്നും. പഴമക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സയൻറ്റിഫിക്കായിട്ട് തെളിഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇത്ര ബുദ്ധികൂർമ്മതയോടെയാണ് അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അവർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ ആധികാരികത മാത്രമേ നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളൂ. എല്ലാം അതൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ജോലി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ രാത്രി വിശേഷങ്ങൾ.
അപ്പോൾ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.